ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ കൃപയുടെ സമൃദ്ധി എപ്പോഴും നമ്മുടെ ജീവിതത്തിന് കൂട്ടായിരിക്കട്ടെ. ദൈവവചനത്തിന്റെ മുൻപിൽ ഏറെ ആനന്ദത്തോടായിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് നൽകുന്ന വചനം തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ചാണ്. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഈ തിരുവചനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായി മാംസം ധരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഏറെ ആനന്ദത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. ഇന്ന് ഒരുപാട് വ്യക്തികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അനേകം നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് എന്തുകൊണ്ടാണ് ദൈവം മറുപടി നൽകാത്തത്? ഞങ്ങളുടെ ആവശ്യങ്ങളിൽ എന്തുകൊണ്ടാണ് ദൈവം ഇടപെടാത്തത്? ഞങ്ങളുടെ വ്യക്തിപരമായും കുടുംബപരമായുമുള്ള ചില നിയോഗങ്ങളിൽ എന്തുകൊണ്ടാണ് കർത്താവിന്റെ സാന്നിധ്യം ചലിക്കാത്തത്? ഒരുപാട് ജീവിതങ്ങളിൽ ഉയരുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ചില വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകുന്നില്ല? എന്തുകൊണ്ട് ചില പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ ദൈവം ഇടപെടുന്നില്ല? പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, ദൈവത്തിന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇടപെടുവാൻ ഒരു സമയമുണ്ട്. ആ സമയത്തിന് പറയുന്ന പേരാണ് തക്ക സമയം, കൈറോസ്. ദൈവം ഇടപെടുന്ന സമയം. അവൻ തന്റെ സമയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചലിക്കുക തന്നെ ചെയ്യും. അവന്റെ ചലനങ്ങൾ ഒരിക്കലും നേരത്തെ ആയിരിക്കുകയില്ല, എന്നാൽ അത് താമസിക്കുകയുമില്ല. തക്ക സമയത്ത് അവൻ ഇടപെട്ട് നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമാണെന്ന് വിശുദ്ധ വചനം എനിക്കും നിങ്ങൾക്കും ഉറപ്പ് തരികയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അല്പം കൂടി വ്യക്തമായി നമുക്കിത് കാണുവാൻ പറ്റും. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ തന്റെ രാജ്യത്ത് 60 മുഴം ഉയരവും 6 മുഴം വണ്ണവുമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹത്തെ ഉണ്ടാക്കി. അവൻ രാജ്യത്തൊരു കൽപ്പന പുറപ്പെടുവിച്ചു, താൻ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്വർണ്ണ വിഗ്രഹത്തെ ബാബിലോണിലെ സകല നിവാസികളും ആരാധിക്കണമെന്ന്. ബാബിലോൺ രാജ്യത്തേക്ക് പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയ ദാനിയേലും അവന്റെ 3 കൂട്ടാളികളും പ്രത്യേകമായിട്ടുണ്ടായിരുന്നു, ഹനനിയ, മിശായേൽ, അസറിയ. ആ സമയത്ത് ഇവർ ബാബിലോണിലെ പ്രവിശ്യകളുടെ അധികാരികളായിരുന്നു. രാജാവിന്റെ ഈ കൽപ്പന അനുസരിക്കുവാൻ അവർ തയ്യാറായില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, അവർ പ്രാർത്ഥിച്ചു കാണും. കാരണം അവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു. കർത്താവിനോടുള്ള സ്നേഹത്താൽ ജ്വലിച്ച ജീവിതങ്ങളായിരുന്നു ഈ അസറിയായുടെയും ഹനാനിയുടെയും മിശായേലിന്റെയും. അവർ തങ്ങളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിച്ചവരായിരുന്നു. അവർ ദൈവത്തോട് നുറുക്കത്തോടെ പ്രാർത്ഥിച്ചു, ഓ കർത്താവേ, രാജാവിനെ ഈ കൽപ്പന പിൻവലിക്കുവാനുള്ള പ്രേരണ അങ്ങ് കൊടുക്കണമേ. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കാണാം, അവർ കൂടുതൽ കർത്താവിനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു കാണാം. പക്ഷേ രാജാവ് കൽപ്പന പിൻവലിച്ചില്ല. അവരുടെ പ്രാർത്ഥന വിഷയത്തിന് ദൈവം മറുപടി കൊടുത്തില്ല. മിശായേലും ഹനനിയായും അസറിയായും പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ കർത്താവ് ഇടപെട്ടില്ല. ഈ സമയത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, ഇവരെ പ്രതി അസൂയ പൂണ്ട ചില മനുഷ്യരെ നബൂഖദ്നേസർ രാജാവിന് അടുത്ത് ചെന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവേ, നീ നിയമം പാസാക്കിയിട്ടുണ്ടല്ലോ, നീ നിർമ്മിച്ചിരിക്കുന്ന വിഗ്രഹത്തെ ആരെങ്കിലും ആരാധിച്ചില്ലെങ്കിൽ അവരെ എരിയുന്ന തീച്ചുള്ളിൽ എറിഞ്ഞു കളയാൻ. എന്നാൽ ബാബിലോൺ പ്രവിശ്യയുടെ അധികാരികളായി നീ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ശദ്രക്, മെശക്, അബ്ദനഗോ, ഇത് ബാബിലോൺ പേരുകളാണ്. അവർക്ക് രാജാവ് കൊടുത്ത സ്ഥാനപ്പേരുകളായിരുന്നു. ഈ 3 ചെറുപ്പക്കാരെ നിന്റെ കൽപ്പന അനുസരിക്കുന്നില്ല എന്ന് ചില മനുഷ്യരെ രാജാവിനെ ധരിപ്പിക്കുകയാണ്. ഈ വിവരം കേട്ട മാത്രയിൽ നബൂഖദ്നേസർ ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, എരിയുന്ന തീച്ചൂളയിലേക്ക് ശദ്രക്കിനെയും മെശകിനെയും അബ്ദനഗോയെയും എറിഞ്ഞു കളയുക. നമ്മൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയത്തെങ്ങാനും ദൈവം ഇടപെട്ടിരുന്നുവെങ്കിൽ തന്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കുവാൻ വേണ്ടി, തനിക്ക് വേണ്ടി നിന്നവരെ
സംരക്ഷിക്കാൻ വേണ്ടി, തന്റെ വിശുദ്ധ നാമത്തെ സൂക്ഷിക്കുവാൻ തങ്ങളെ തന്നെ കർത്താവിനായി സമർപ്പിച്ച ഈ ദൈവത്തിന്റെ ഈ ചെറുപ്പക്കാരെ ദൈവം രക്ഷിക്കാൻ പരിശ്രമിച്ചിരുന്നുവെങ്കിൽ ആ രാജ്യം മുഴുവൻ വെളിപ്പെടാൻ പോകുന്ന ദൈവത്തിന്റെ മഹത്വത്തെ അവർക്ക് ദർശിക്കുവാൻ സാധിക്കില്ലായിരുന്നു. പക്ഷെ ദൈവം അവിടെ അനങ്ങുന്നില്ല, ദൈവം അവിടെ ചലിക്കുന്നില്ല. ഈ രാജാവി കൽപ്പന പുറപ്പെടുവിച്ചു, എരിയുന്ന തീ ചുഴലിൽ കെറിഞ്ഞ് കൊന്നുകളയാൻ. പക്ഷേ ശദ്രക്കിന്റെയും മെശക്കിന്റെയും അബ്ദനഗയുടെ ദൈവം അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല. വിശുദ്ധ വചനം പറയുന്നു, എന്താ കർത്താവിന്റെ വചനം പറയുന്നത്? അവർ രാജാവിന്റെ മുൻപിലേക്ക് ആനയിക്കപ്പെട്ടു. അവർ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞു, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചോളയിൽ ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാ. ഇനി അവൻ രക്ഷിച്ചില്ലെങ്കിൽ തന്നെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി മരിക്കുവാൻ ഞങ്ങൾ ഒരുക്കമുള്ളവരാണ്. അത്രമാത്രം വിശ്വാസത്തിൽ അടിയുറച്ച കർത്താവിന്റെ പ്രിയപ്പെട്ട ജീവിതങ്ങളായിരുന്നു ആ 3 ചെറുപ്പക്കാരുടെ ജീവിതങ്ങള്. ഇന്നത്തെ യങ്സ്റ്റേഴ്സ്, ഈ കാലഘട്ടത്തിലെ യുവജനങ്ങള് ഈ അഭിഷേകം പ്രാപിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ! ഈ ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഇവിടെ എന്നാ സംഭവിച്ചത്? ഇവരിത് വിളിച്ചു പറഞ്ഞു. 21-ാമത്തെ വാക്യം, ബാബിലോൺ സാമ്രാജ്യത്തിലെ പട്ടാളക്കാരെ ശദ്രക്കിനെയും മെശക്കിനെയും അബ്ദനഗിയെയും അവരെന്തു ചെയ്തു? പടയാളികൾ അവരെ അങ്കി, തൊപ്പി, മറ്റു വസ്ത്രങ്ങൾ എന്നിവയോട് കൂടെ ബന്ധിച്ചു. പട്ടാളക്കാരെ ഇവരെ ബന്ധിച്ച സമയത്തും ദൈവം അനങ്ങുന്നില്ല, ദൈവം ഇടപെടുന്നില്ല. നമ്മൾ വിചാരിക്കും ദൈവത്തിന് എന്തു പറ്റി, ദൈവം എന്തുകൊണ്ട് ചലിക്കാത്തത്? വിശ്വാസത്തെ സൂക്ഷിക്കാൻ വേണ്ടി നിലകൊണ്ട എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല? കർത്താവിന്റെ വചനത്തെ അനുസരിക്കുവാനായി വില കൊടുത്ത എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ വിഷയങ്ങളിൽ എന്തുകൊണ്ട് ദൈവം മറുപടി നൽകുന്നില്ല? നമ്മൾ പലപ്പോഴും ചിന്തിക്കാം. ആ ചോദ്യത്തിലുള്ള മറുപടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവചന ഭാഗത്തിലൂടെ പ്രിയ ദൈവമക്കളെ എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. ദൈവം പ്രവർത്തിക്കുന്നില്ല, അവരെ ബന്ധിച്ചു. ഞാൻ ചോദിക്കേണ്ടത്, അവിടെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എന്തു പറ്റുമായിരുന്നു? എന്ത് സംഭവിക്കുമായിരുന്നു? ഏതാനും കുറെ പേര് 2 ഹല്ലേലൂയയും പറഞ്ഞ് കർത്താവിന് സ്തുതി പറഞ്ഞുകൊണ്ട് പറയും, ഓ ശദ്രക്കിന്റെ ദൈവം, മെശക്കിന്റെ ദൈവം വലിയവനാണെന്ന് പറയും. കാര്യം അതോടുകൂടി തീരും. എന്നാൽ ദൈവത്തിന്റെ പ്ലാൻ അതല്ല, ദൈവത്തിന്റെ സമയം അതല്ല. ദൈവം അവിടെ കാത്തിരിക്കുകയാ. തന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ തന്റെ യഥാർത്ഥ ഗ്ലോറി, തന്റെ യഥാർത്ഥ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം കാത്തിരിക്കുകയാ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിന്, ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് വിശുദ്ധ ബൈബിളിൽ ഉണ്ട്. ആ വാക്ക് എന്താണെന്നറിയോ? കാത്തിരിക്കുക, വെയിറ്റ്. ഇന്ന് കാത്തിരിക്കാൻ നമ്മളിൽ അധികം പേർക്ക് ഇഷ്ടമല്ല. കാരണം എന്താണെന്നറിയോ? ഇന്ന് എവിടെ നോക്കിയാൽ എന്താ? ഇൻസ്റ്റന്റ് കോഫി, ഇൻസ്റ്റന്റ് ടീ, പെട്ടെന്ന് ചായ കിട്ടും, പെട്ടെന്ന് കാപ്പി കിട്ടും, എല്ലാം ഫാസ്റ്റ് ഫുഡ്. എന്ത് ഭക്ഷണം പെട്ടെന്ന് കിട്ടും, എല്ലാം പെട്ടെന്ന് കിട്ടണം. എന്നാൽ കർത്താവ് പറയാ, ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ദൈവത്തിന് യഥാർത്ഥ ഗ്ലോറി കാണാൻ, ദൈവത്തിന് യഥാർത്ഥ ചലനം കാണാൻ, ദൈവത്തിന് യഥാർത്ഥമായ പ്രവർത്തനം കാണാൻ, പ്രിയ സഹോദര, ചിലപ്പോൾ നമ്മൾ അല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും. പ്രിയ സഹോദരി, നമ്മൾ അല്പം കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ദൈവം അവന്റെ സമയത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നുവെങ്കിൽ വലിയ ഉണർവോടെ കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ! ഇവിടെ പട്ടാളക്കാർ അവരെ പിടിച്ച് ബന്ധിച്ചു. പക്ഷേ ദൈവം പ്രവർത്തിക്കുന്നില്ല. ബന്ധിക്കുക മാത്രമല്ല, എന്താ ചെയ്തത്? ആളി കത്തുന്ന അഗ്നികുണ്ഡത്തിലേക്ക് അവർ എറിഞ്ഞു. ഈ എറിയുന്ന സമയത്തും ദൈവം ചലിക്കുന്നില്ല, ദൈവം പ്രവർത്തിക്കുന്നില്ല. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചിലപ്പോൾ തോന്നാം, ഓ എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു, ഇനി എന്തിനു ജീവിക്കണം, എല്ലാം അവസാനിച്ചു. പക്ഷെ ദൈവം പറയാ, എന്റെ പൊന്നുമോനെ, തീർന്നിട്ടില്ല, നിന്റെ ജീവിതത്തിൽ ഞാൻ ആരംഭിക്കാൻ പോകുന്നേയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശദ്രക്കിനെയും മെശക്കിനെയും അബ്ദനഗിയും നോക്കിക്കൊണ്ട് ദൈവം പുഞ്ചിരിച്ചു. ദൈവത്തിന് സന്തോഷമായി. തന്റെ പ്രിയപ്പെട്ട മക്കള് തന്നോടുള്ള സ്നേഹത്തെ പ്രതി, വിശ്വാസത്തെ പ്രതി അവർ നിലകൊണ്ടപ്പോൾ കർത്താവിന്റെ ഹൃദയം ആനന്ദിക്കാൻ തുടങ്ങി. ഇതാ അവന്റെ സമയം വന്നു ചേർന്നു, അവന്റെ സമയം വന്നു ചേർന്നു. നബൂഖദ്നേസർ പറഞ്ഞു, ചൂളയുടെ ചൂട് വർദ്ധിപ്പിക്കേ, വർദ്ധിപ്പിക്കേ.
ദൈവം നബൂഖദ്നേസരോട് പറഞ്ഞു കാണാം, നബൂഖദ്നേസരേ, നീ മാക്സിമത്തിൽ പ്രവർത്തിച്ചോ, പക്ഷേ അവസാന സമയമുണ്ടല്ലോ, ആ സമയമാണ് എന്റെ സമയം. അപ്പോൾ എന്താ സംഭവിച്ചത്? നബൂഖദ്നേസർ മാക്സിമം ഇവരെ നശിപ്പിക്കാനുള്ളതൊക്കെ ചെയ്തു. എന്നാൽ തീച്ചുളാളി കത്തി, അത് കത്തിച്ചുകൊണ്ടിരുന്ന പട്ടാളക്കാർ വരെ കരിഞ്ഞുപോയി എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുക. അവിടെ പ്രധാനമായൊരു കാര്യം സംഭവിച്ചു. എന്നാൽ ഈ തീച്ചുളയിലേക്ക് അവർ എറിയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ തീച്ചുളയുടെ മധ്യേ കർത്താവിനെ പാടിയും സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ഈ ചെറുപ്പക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറഞ്ഞ് ആനന്ദത്തോടെ നടക്കുവാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ കർത്താവിന് പിന്നെ വെറുതെ ചുമ്മാ ഇരിക്കാൻ പറ്റുന്നില്ല. ഇത് അവന്റെ സമയം വന്നു ചേർന്നു. ദൈവം ഇടപെടുന്ന സമയം വന്നു ചേർന്നു. കർത്താവിന്റെ സമയം വന്നു ചേർന്നു. ദൈവത്തിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ഗ്ലോറി ആ എരിയുന്ന തീച്ചുളയിലേക്ക് ഇറങ്ങി വന്നു. ഇതാ ദൈവം തന്റെ ദൂതനെ വിട്ടു. കർത്താവിന്റെ ദൂതൻ ആ തീ ജ്വാലയിലേക്ക് ഇറങ്ങി വന്നു. അവൻ തീ ജ്വാലയിൽ അടിച്ചു മാറ്റി ജലഗണങ്ങൾ കൊണ്ട് നിറച്ചു. കർത്താവ് തന്റെ ശക്തി വെളിപ്പെടുത്താൻ തുടങ്ങി. കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരുന്ന നെബൂഖദ്നേസർ രാജാവ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പരിഭ്രമിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ 3 പേരെയല്ലേ തീച്ചുള്ളിലേക്ക് എറിഞ്ഞു കളഞ്ഞത്? എന്നാൽ ഇതാ ഞാൻ 4ാമതൊരുവിനെ കാണുന്നു. അവന്റെ മുഖം മനുഷ്യന്റെ മുഖം പോലെയല്ല, ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെടുന്നു. രാജാവിന് മനസ്സിലായി, ഇത് പിള്ളേര് കളിയല്ല, ഇത് തമാശ കളിയല്ല. രാജാവ് എഴുന്നേറ്റ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബ്ദനോഗയുടെ ദൈവമാണ്. ആ ദൈവം ഇസ്രായേലിന്റെ ദൈവമാണ്. രാജാവ് കൽപ്പന മാറ്റി എഴുതി, നിയമം മാറ്റി എഴുതി. രാജാവ് വിളിച്ചു പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം. ആ ദൈവത്തെ നമ്മൾ എല്ലാവരും ആരാധിക്കണം. എന്ത് സംഭവിച്ചു ദൈവമക്കളെ? ബാബിലോൺ സാമ്രാജ്യം മുഴുവൻ നമ്മുടെ കർത്താവിന്റെ ഗ്ലോറി കണ്ടു, നമ്മുടെ കർത്താവിന്റെ മഹത്വം കണ്ടു. സകല മനുഷ്യരും ആ മഹത്വത്തിലേക്ക് കടന്നു വന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം ഈ പ്രവൃത്തി ആദ്യമേ ചെയ്തിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു? നമ്മൾ നിരാശപ്പെടേണ്ട, ഞാനും നിങ്ങളും തളരണ്ട, നമ്മൾ അസ്വസ്ഥരാകേണ്ട. അവന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. ആ സമയത്ത് അവൻ പ്രവർത്തിക്കും. ആ സമയത്തിൽ നിന്ന് ദൈവത്തെ മാറ്റുവാൻ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒന്നിനും സാധ്യമല്ല. പ്രിയ ദൈവമക്കളെ, ഈ വലിയ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഒരു പ്രധാന പരാജയത്തിന് കാരണം, ഇന്ന് അനേകരുടെ ജീവിതത്തിലെ പല തകർച്ചകൾക്ക് കാരണം, ഇന്ന് അനേകരുടെ ജീവിതത്തിലെ പല കണ്ണുനീരിനും ദുഃഖ ദുരിതങ്ങൾക്കും കാരണം അവർ കർത്താവിന്റെ സമയത്തിന് മുൻപേ കയറിയോടി. നമുക്കറിയാം, അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 16 നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ ഭാര്യ സാറയുടെ വാക്ക് കേട്ട് സാറയുടെ ദാസിയായ ഹാഗാറെ ഇതാ അബ്രഹാം ഭാര്യയായി സ്വീകരിച്ചു. ആ ഹാഗറിൽ നിന്ന് അബ്രഹാമിന് ഒരു മകൻ ജനിച്ചു. ആ മകനായിരുന്നു ഇസ്മായിൽ. ഇസ്മായിലിന്റെ ജനനത്തിനോട് ശേഷം എന്ത് സംഭവിച്ചു? അതുവരെ സന്തോഷത്തിലും സമാധാനത്തിലും ആനന്ദത്തിലും കഴിഞ്ഞിരുന്ന അബ്രഹാമിന്റെ ജീവിതം ദുഃഖത്തിലായി. This woman behaves as though she were the mistress and I the servant. May the wrong done to me be done to you. She is your servant, and you are entitled to do with her as you wish. ആ കുടുംബത്തിലെ സ്വസ്ഥത നഷ്ടപ്പെട്ടു, ആ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു. അബ്രഹാമിന്റെ കുടുംബ ജീവിതം ആകെ താറുമാറായി. അതിന് പ്രധാന കാരണം വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അബ്രഹാം ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ ആ സമയത്തിന് മുൻപേ കയറിയോടി. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ആ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ അബ്രഹാം അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് ഇന്ന് ഈ ഭൂമുഖത്ത് ഇസ്മായിലിന്റെ തലമുറയുണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനറേഷൻ ഉണ്ടാകുമായിരുന്നില്ല. നമ്മൾ തെറ്റിപ്പോകരുത്. കർത്താവിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ദൈവം തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശദ്രക്കിന്റെയും മെശക്കിന്റെയും അബ്ദനോഗയുടെയും ജീവിതത്തിൽ നീ പ്രവർത്തിച്ച അതേ പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സമൂഹങ്ങളിലും അങ്ങ് ആവർത്തിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ആവർത്തിക്കണമേ. ഞങ്ങളുടെ ആത്മീയ തലങ്ങളിൽ മണ്ഡലങ്ങളിൽ ആവർത്തിക്കണമേ.
ഈ ഒരു ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കർത്താവിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ നമുക്കായിരിക്കാം. ഓ ദൈവമായ കർത്താവെ, ഞങ്ങൾ തിരിച്ചറിയും നീ ഞങ്ങളെ ഉയർത്തുന്നൊരു ദൈവമാണ്. തക്ക സമയത്ത് നീ ഇടപെടുന്നൊരു സമയമാണ്. ഞങ്ങൾ നിരാശപ്പെട്ടിരിക്കേണ്ടവരല്ല, ഞങ്ങൾ തകർന്നിരിക്കേണ്ടവരല്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നു നിന്റെ സമയത്ത് നീ ഞങ്ങളിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന്. കർത്താവെ, ഈ തിരിച്ചറിവോടെ അങ്ങയുടെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ ഇരിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. കർത്താവിന്റെ കൃപയും സാന്നിധ്യവും എപ്പോഴും നമ്മുടെ ജീവിതങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ. അവന്റെ അനുഗ്രഹത്തിന്റെ സമൃദ്ധി നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ആമേൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യകാരുണ്യ സാന്നിധ്യം എൻ്റെ ഉള്ളിലേകുന്നു ആനന്ദം. ദിവ്യകാരുണ്യ സ്നേഹമല്ലാതെ ഒന്നുമേകില്ല സന്തോഷം. വാവാ നീ എൻ്റെ ഈശോയേ, വാവാ നീ എൻ്റെ സ്നേഹമേ, വാവാ നീ എൻ്റെ ജീവനാഥനം, ആത്മാവിനുള്ളിൽ ദിവ്യകാരുണ്യീശോയുടെ മുൻപിൽ വലിയ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ഇന്ന് പഠിച്ചു, ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നമ്മെ ഉയർത്തിക്കൊള്ളും. പ്രിയ ദൈവമക്കളെ, ഈ ദൈവവചനത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കവിഞ്ഞൊഴുകപ്പെടുവാനായി സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് ജീവിതങ്ങള് വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം ഉത്തരം തരാതെ വേദനിച്ചിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളെ ഇപ്പോൾ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. സാമ്പത്തിക തകർച്ചകൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടും തകർച്ചകൾക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി വലിയ നുറുക്കത്തോടെ പ്രാർത്ഥിച്ചിട്ടും ആ വിഷയങ്ങളിൽ കർത്താവ് ഇടപെടുന്നില്ല. ഇതുപോലെ വേദനിച്ച് നിരാശപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിലേക്ക് ഇതാ കർത്താവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കുകയാണ്. അവൻ പകരുന്ന അനുഗ്രഹത്തെ ഏറ്റുവാങ്ങി പ്രാർത്ഥിക്കും. മക്കളെ, ഇത് കൃപയുടെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് അന്ധരുടെ കണ്ണുകളെ തുറന്ന അതേ കർത്താവ്, തളർവാതിലുകൾ എഴുന്നേൽപ്പിച്ച അതേ യേശു, മരിച്ചവർക്ക് ജീവൻ കൊടുത്ത അതേ യേശു ഇതാ നമ്മുടെ ജീവിതങ്ങളെ തൊട്ടു തലോടുന്നു. അനേകരെ സ്പർശിക്കുന്നു, അനേകരെ സൗഖ്യമാക്കുന്നു, അനേകരെ വിടുവിക്കുന്നു. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത വിഷയങ്ങളിൽ അവനിത് മറുപടി കൊടുക്കുന്നു. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, നിലവിളിച്ചു പ്രാർത്ഥിക്കാം. ഇതാ യേശു തന്റെ കൃപ പകരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു പ്രാർത്ഥിക്കും മക്കളെ, യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കേ. ഇത് കൃപയുടെ സമയമാ, അത്ഭുതത്തിന്റെ സമയമാ, വിടുതലിന്റെ സമയമാ, സൗഖ്യത്തിന്റെ മണിക്കൂർ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. വേദനിക്കുന്ന ജീവിതങ്ങളിലേക്ക് ആശ്വാസമായി, മുറിവേറ്റ ഹൃദയങ്ങളിലേക്ക് സൗഖ്യമായി, തകർന്നിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് അഭിഷേകമായി. കർത്താവേ, നിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ, നിന്റെ ശക്തി വ്യാപരിക്കട്ടെ, നിന്റെ കൃപ വ്യാപരിക്കട്ടെ. തകർന്നുപോയ ബന്ധങ്ങളെ ഓർത്ത് നെടുവീർപ്പെടുന്ന ഒരുപാട് മക്കളെ കർത്താവ് കാണുന്നു. അവരിലേക്കെല്ലാം അഭിഷേകമായി, സൗഖ്യമായി, അനുഗ്രഹമായി, സ്നേഹമായി ഇതാ കർത്താവ് ചലിക്കുകയാണ്. കർത്താവ് ഇടപെടുകയാണ്. ഇരു കരങ്ങളും കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. സ്വർഗം തുറക്കപ്പെടുന്ന സമയം, അഭിഷേകം ഇറങ്ങുന്ന സമയം, പരിശുദ്ധാത്മ വെളിപ്പെടുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ, ദുരുക്കത്തോടെ പ്രാർത്ഥിക്കേ. കർത്താവ് ഇടപെടട്ടെ, കർത്താവ് ചലിക്കട്ടെ, കർത്താവ് സുഖപ്പെടുത്തട്ടെ.
ദൈവിക ഇടപെടലിന് തടസ്സമായി നിൽക്കുന്ന അന്ധകാര വ്യാപാരങ്ങള്, എല്ലാ സാത്താന്യ പോരാട്ടങ്ങള് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിർവീര്യമാകട്ടെ. എല്ലാ ജീവിതങ്ങളിലേക്കും അഭിഷേകം ഒഴുകപ്പെടട്ടെ. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ദൈവമേ നന്ദി, ദൈവമേ മഹത്വം. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി.